ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഇപ്പോൾ ഉള്ളത് 2015 ഡുക്കാറ്റി മോൺസ്റ്റർ 821 ആണ്. ഇത് ഒരു ചെറിയൊരു ഓണർഷിപ്പ് റിവ്യൂ ആണ്. നിങ്ങൾ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഡിസൈൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. ഡുക്കാറ്റി വണ്ടികളുടെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് വേറെ ഒരു വണ്ടിയിലും കാണാൻ സാധിക്കത്തില്ല. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ്, ആ ക്വാളിറ്റി, അതൊക്കെ എല്ലാം അവരുടെ ആ ഒരു എൻട്രി ലെവൽ ബൈക്കിൽ പോലും അവരത് കൊടുക്കുന്നുണ്ട്. 796 എന്ന് പറയുന്നത് എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. കാരണം ഇതിൽ നിന്നും ലൈറ്റ് വെയ്റ്റ് ആണ്. അതുമാത്രമല്ല, ഡിസൈൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പ്രോപ്പർ മോൺസ്റ്റർ എന്ന് പറയുന്നത്. അത് ഭംഗിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്തൊരു വണ്ടിയാണ്. കാരണം സിംഗിൾ സൈഡ് സ്വിങ്ങാമൊക്കെയാണ് ആ ഒരു വണ്ടിയിൽ വരുന്നത്. എനിക്ക് എൻ്റെ ഫേവറേറ്റാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് വണ്ടിയാണ് ആ ഒരു 796 എന്ന് പറയുന്ന മോൺസ്റ്റർ. പിന്നെ ഇത് എനിക്ക് യൂസ് ചെയ്തപ്പോഴത്തേക്കും ഇതും കൊള്ളാം. ഇത് എവിടെ കൊണ്ടുവച്ചാലും ആൾക്കാർ നോക്കും. എനിക്കിതിന് മുമ്പ് Z800 ആയിരുന്നു. അപ്പോൾ Z800ഉം ഇത് വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് Z800 ആണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻലൈൻ 4 എഞ്ചിനാണ്. എനിക്ക് ഇൻലൈൻ 4 എഞ്ചിനാണ് ഒരുപാട് ഇഷ്ടം. കാരണം വൈബ്രേഷൻസ് ഇല്ല, സ്മൂത്താണ്. എക്സോസ്റ്റ് നോട്ട്, ആ ഒരു സിംഫണി എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റോക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ്, ഭയങ്കര രസമാണ്. അത് ഒരു ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ റോഡിൽ കൂടെയൊക്കെ ഇപ്പം വണ്ടി കാണുന്നില്ല, പക്ഷേ ആ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് നമുക്ക് കറക്റ്റായി പറയാൻ പറ്റും അതൊരു 4 സിലിണ്ടറാണ് പോയെന്നുള്ളത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. പക്ഷേ ഇത് എത്ര ലൗഡ് എക്സോസ്റ്റ് വെച്ചാലും പൾസറിൽ നമ്മൾ വേറൊരു എക്സോസ്റ്റ് വെച്ചതിൻ്റെ ആ ഒരു എഫക്റ്റേ കിട്ടത്തുള്ളൂ. രസമാണ്, എക്സോസ്റ്റ് സൗണ്ടൊക്കെ രസമാണ്. പക്ഷേ എന്നിരുന്നാലും കൂടുതലും എനിക്ക് ആ ഒരു ഇൻലൈൻ 4 ആണ് ഇഷ്ടം. ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. ഡിസൈന് നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഫ്ലഷ് മൗണ്ട് ആയിട്ടുള്ളൊരു പതിഞ്ഞ ഒരു ഹെഡ്ലൈറ്റാണ്. അത് നിങ്ങൾക്ക് നോക്കുമ്പോഴേ അറിയാൻ പറ്റും. ആ ഒരു ഫോർക്കില്ലേ, ആ ഫോർക്കിൽ ചേർന്നിരിക്കുന്ന രീതിക്ക് ഒരു റൗണ്ട് ഹെഡ്ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ റൗണ്ട് ഹെഡ്ലൈറ്റ് തന്നെയാണ് മോൺസ്റ്ററിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഒരു ബൾക്കി ടാങ്കും ഒരു ചെറിയൊരു ഹെഡ്ലൈറ്റും, അത് ഭയങ്കര ഭംഗിയാണ്. ഇതുപോലും അവർ എയറോഡൈനാമിക് ആയിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടോ, ആ ഒരു വിൻഡ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിക്കാണ് അതിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇൻഡിക്കേറ്ററും ഇതൊന്നും LED ഒന്നുമല്ല, ഹെഡ്ലൈറ്റും കാര്യങ്ങളൊന്നും LED ഒന്നുമല്ല, എല്ലാം ഹാലജൻ ബൾബുകളാണ്. പിന്നെ ഒരു ചങ്കി ഫ്രണ്ട് ഫോർക്കുണ്ട്. കയാബ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫ്രണ്ട് ഷോക്കാണ്. പിന്നെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഡുക്കാറ്റി പെർഫോമൻസിൻ്റെ ഒരു സ്ലൈഡർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്. പിന്നെ ബ്രംബോ ബ്രേക്കാണ് വരുന്നത്. അത് ഡബിൾ ഡിസ്ക്കാണ്, അപ്പുറം ഇപ്പുറം ഉണ്ട്. നല്ല ബൈറ്റാണ്, നല്ല ബ്രേക്കിംഗ് എബിലിറ്റിയാണ് ഈ ഒരു വണ്ടി തരുന്നത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ബ്രംബോ എടുത്ത് പറയേണ്ട കാര്യമില്ല, ബ്രേക്ക് ഫെയ്ഡ് ഇഷ്യൂസ് ബ്രംബോയിൽ ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. അതേസമയം നമ്മൾ ടോക്കിക്കോ പിന്നെ നിസിൻ അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില വണ്ടികൾക്ക് മാത്രമുണ്ട് അവർ നല്ല ബ്രേക്കിംഗ് തരുന്നത്, അല്ലെങ്കിൽ ശോകമാണ്. ഫ്രണ്ട് ടയർ വന്നിട്ട് 120 സെക്ഷൻ ബാർ 17 ഇഞ്ച് വീലിലാണ് ഫ്രണ്ട് ടയർ വന്നിട്ടുള്ളത്. ഇതൊന്നും സ്റ്റോക്ക് ടയറല്ല, ഇതൊക്കെ മാറ്റിയ ടയറുകളാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിക്കുള്ളൊരു റേഡിയേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ആ റേഡിയേറ്ററിൽ വേറെ കവറിങ്ങും കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഔട്ടർ കവർ, ഒരു ചെറിയൊരു ഡിസൈൻ പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ട്രെല്ലിസ് ഫ്രെയിം വരുന്നുണ്ട്. ഡുക്കാറ്റിയുടെ ഐക്കോണിക് ഫ്രെയിമാണ്, ഒരു ചെറിയൊരു ഫ്രെയിമാണ്. ബാക്കിയെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് സബ് ഫ്രെയിമിലാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് 18 ലിറ്റർ ടാങ്കാണ് കേട്ടോ. അതും മെറ്റൽ ടാങ്കാണ്. അത് നമ്മൾ അതിൽ കയറി ഇരിക്കുമ്പോൾ ഈ ഒരു ടാങ്ക് കാണുന്നുണ്ടല്ലോ, അത് ഭയങ്കര സൈസാണ്. ഭയങ്കര സൈസെന്ന് പറഞ്ഞാൽ ഭയങ്കര സൈസാണത്. 18 ലിറ്റർ ഉണ്ട്, കിടുവാണ് ടാങ്ക്. പിന്നെ ഇതൊക്കെ ആക്സസറീസാണ്. ഡുക്കാറ്റി പെർഫോമൻസിൻ്റെ ഒറിജിനൽ പാർട്സുകളാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഒരു ബോൾട്ട് കവറിങ് എന്നാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ചെറിയ ആക്സസറീസാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുക്കാറ്റി ടെസ്റ്റാ സ്റ്റെറാറ്റ എൻജിൻ, അതൊരു 11 ഡിഗ്രി എൻജിനാണ്. ഇതൊരു L10 എൻജിനാണ് കേട്ടോ. ഇവിടെ ഒരു സിലിണ്ടർ ഇരിപ്പുണ്ട്, ഇവിടെ ഒരു സിലിണ്ടർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് L ടൈപ്പിനാണ് വരുന്നത്. പിന്നെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റത്തില്ല. സീറ്റ് കുഷനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ്, നല്ല വൈഡ് സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് നമ്മൾ വണ്ടി ലീൻ ചെയ്താണ് കിടക്കുന്നത് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും. സ്ട്രീറ്റ് ഫൈറ്റർ വണ്ടി ആണെന്നുണ്ടെങ്കിലും
നമ്മൾ അത്യാവശ്യം ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷേ അതൊരു അഗ്രസീവ് ഒരു സ്റ്റാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ആ ഒരു സ്പോട്ടിനെസ്സും കൂടെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കുറച്ച് താഴ്ത്തിയിട്ടുള്ളത് ഹാൻഡിൽ ബാർ. പിന്നെ ഇത് ഒറ്റ സീറ്റാണ് കേട്ടോ. ഇത് സിംഗിൾ സീറ്റ് കൗളിൻ്റെ ഒരു ആക്സസറീസ് വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ അടിയിൽ സീറ്റുണ്ട്. ഇത് ജസ്റ്റ് ഒരു കവറിങ് ആണ്. ഇത് സീറ്റ് ഇളക്കി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ബോൾട്ടിട്ടാണ് ഇത് വെക്കുന്നത്. അതങ്ങനെയുണ്ട്. അതിലും 821-ൻ്റെ ഒരു മാർക്കിങ് കാണാം. ഗ്രാബ് ഹാൻഡിൽ ഇതാണ്. ഗ്രാബ് ഹാൻഡിൽ നല്ല രസമുണ്ട്, നല്ല രീതിക്ക് അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു എന്നെ ബാക്ക് കാണാൻ. ഒരു ടെയിൽ ടേഡി, ഇവോ ടെക്കിൻ്റെ ഒരു ടെയിൽ ടേഡി കൊടുത്തിട്ടുണ്ട്. അതും സ്റ്റോക്ക് ഒറിജിനൽ ഇൻഡിക്കേറ്റേഴ്സിലാണ് അത് മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഡബിൾ ബാരൽ എക്സോസ്റ്റാണ് വരുന്നത്. സ്റ്റോക്ക് എക്സോസ്റ്റാണ്. അത്യാവശ്യം നല്ല ഗ്രൗളുണ്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ഡിസ്ക് തന്നെയാണ്, അതും ABS ആണ്. പിന്നെ ബാക്ക് ടയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 180 സെക്ഷൻ 180/55 ഒരു 17 ഇഞ്ച് വീലിലാണ് ഇട്ടിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും ഇത് മെഷിലിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു സ്റ്റോക്ക് ടയറല്ല, ഇത് മാറ്റിയ ടയറാണ്. അടിപൊളി ഡിസൈനാണ് കേട്ടോ ഇത്. ഡിസൈനും യൂസബിളുമാണ് ഈ ഒരു മിറർ എന്ന് പറയുന്നത്. നല്ല വൈഡും അതിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. ഒരു ചെറിയൊരു പാർട്ടാണെങ്കിൽ പോലും അതിൽ അവർ നല്ല രീതിക്കായിരിക്കും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. മിറർ നല്ല വിസിബിലിറ്റിയും നല്ല യൂസബിളാണ് കേട്ടോ ഈ ഒരു മിറർ. അത് അങ്ങനെയാണ്. പിന്നെ ഒരു ഫ്ലാറ്റ് ഹാൻഡിൽ ബാറാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ, ഒരു ഫ്ലാറ്റ് ഹാൻഡിൽ ബാറാണ്. പിന്നെ ഇതാണ് അതിൻ്റെ മീറ്റർ. അതിൻ്റെ ലേഔട്ട് ഇതാണ്. ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ്. ഇത് എൻ്റെ ഷിഫ്റ്റ് ലൈറ്റാണ് കേട്ടോ. നിങ്ങളിപ്പം ഞാൻ കാണിച്ചു തരാം. ആ മേളിൽ കാണുന്നത് അതിൻ്റെ ഷിഫ്റ്റ് ലൈറ്റാണ്. പിന്നെ ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം അതിൻ്റെ മേളിൽ കൊടുത്തിട്ടുണ്ട്. RPM മീറ്ററുണ്ട്, എത്ര സ്പീഡിലാണെന്നത് കാണിക്കും. പിന്നെ ഇത് എൻജിൻ ഹീറ്റാണ്. പിന്നെ ഇതിലൊരു 3 മോഡ് വരുന്നുണ്ട്. ഇതിപ്പോൾ അർബണിലാണ് കിടക്കുന്നത്. അതിപ്പോൾ നമുക്ക് സ്പോട്ടാക്കാം, ട്യൂറിംഗ് ആക്കാം, അർബൻ ആക്കാം. അപ്പം സ്പോട്ടെന്ന് പറയുന്നത് എൻ്റെ ഫുൾ 112 bhp പ്രൊഡ്യൂസ് ചെയ്യും. ടൂറിംഗ് എന്ന് പറയുന്നത് അതും 112 bhp തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ത്രോട്ടിൽ സെൻസിങ് ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ അർബൺ എന്ന് പറയുമ്പോഴത്തേക്കും 72 bhp ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലും ത്രോട്ടലിൽ ചെറിയൊരു വ്യത്യാസം വരും. അത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആ ഒരു മോഡിലോട്ട് ആയിക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് റൈഡ് ബൈ വയറാണ്. ഈ റൈഡ് ബൈ വയർ ത്രോട്ടിലെന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവാണ് കേട്ടോ. എനിക്കിപ്പോഴും അത് അതിൻ്റെ ആ ഒരു ടെക്നിക്ക് പിടികിട്ടിയിട്ടില്ല. അത് ചില നേരമൊക്കെ നമ്മൾ എറിയുന്ന രീതിക്കൊക്കെ അടിച്ച് കളയും ആ ഒരു ത്രോട്ടിൽ. അപ്പോൾ അത് സ്പോട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്പോട്ട് അല്ലാതെ ട്യൂറിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ത്രോട്ടിൽ റെസ്പോൺസ്, ആ ഷാർപ്പ്നെസ് അവരങ്ങ് കുറച്ച് തരും. ആ ഒരു ECU മാപ്പ് ചെയ്തിട്ട് അത് കുറച്ച് തരും. പിന്നെ അർബനാണ് വരുന്നത്. അർബൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല രീതിക്കുള്ളൊരു നമുക്ക് മനസ്സിലാവും. കൈയൊക്കെ കൊടുത്താലും നമുക്ക് ത്രോട്ടിൽ കൊടുത്താലും അത്രയും നല്ല രീതിക്കൊന്നും വണ്ടി പുള്ളി ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നല്ല രീതിക്ക് ഫീലാകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് വരുന്നത്. പിന്നെ ABS 3 ലെവലുണ്ട്. ഇപ്പോൾ 2 ആണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ABSൻ്റെ ആ ഒരു തരുന്നൊരു ഫീലുണ്ടല്ലോ, അത് ഫസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ABSൻ്റെ ഫീൽ തരും. പിന്നെ സെക്കൻഡ്, തേർഡ് അതൊക്കെ ഓരോ ലെവൽ അനുസരിച്ചിട്ടാണ് ABS വർക്ക് ചെയ്യുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഇതിപ്പോൾ 6ാമത്തേലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ആ ട്രാക്ഷൻ കൺട്രോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, 6ാമത്തേലാണ് ട്രാക്ഷൻ കൺട്രോൾ കിടക്കുന്നത്. ഇത് 8 ലെവലുണ്ട്. DTC എന്ന് പറയുന്നത് ഡുക്കാറ്റി ട്രാക്ഷൻ കൺട്രോൾ. അപ്പോൾ ഇത് 6ലാണ് കിടക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് അറിയാം. ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ എന്നൊക്കെ പറയുന്നത് R15 അതിൽ പോലും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാം അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത്. പിന്നെ ഇങ്ങോട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മീറ്ററിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇത് കേബിൾ ഓപ്പറേറ്റിംഗ് ക്ലച്ചാണ്. നേരത്തെ ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന മോഡലെന്ന് പറയുന്നത് ഹൈഡ്രോളിക് ക്ലച്ചായിരുന്നു. അത് കുറച്ചും കൂടെ യൂസബിളായിരുന്നു. കാരണം നമുക്ക് ഫ്ലൂയിഡൊക്കെ കറക്റ്റ് മാറണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എങ്ങാനോ വഴിയിൽ വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ അത് കേബിൾ ഓപ്പറേറ്റിംഗ് ആണിത്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽസ് ആണ് കേട്ടോ. എവറി 15,000 ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽസ് വരുന്നത്. എവറി 30,000 കിലോമീറ്റേഴ്സിൽ അതിൻ്റെ വാൽവ് ക്ലിയറൻസ് ചെയ്യണം. അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ഇൻ്റർവെൽസ് ഒരു തലവേദനയായി വരത്തില്ല. കാരണം 15,000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ മതി അതിൻ്റെ ഒരു സർവീസിൻ്റെ കാര്യം. സോളിഡ് എൻജിനാണോ എന്ന് ചോദിച്ചാൽ സോളിഡ് എൻജിനാണ്. പക്ഷേ അത്രയും റിലയബിൾ അല്ല. നമ്മളുടെ കവാസാക്കി മറ്റുള്ള വണ്ടി, ജാപ്പനീസ് വണ്ടി പോലെ അത്രയും എൻജിൻ റിലയബിൾ അല്ല.
അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് അലന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഒരു 6.5 ലക്ഷം മുതൽ 7 ലക്ഷം വരെ ഇതിനിടയിൽ നല്ലൊരു വണ്ടി കിട്ടും. സൂപ്പർ ബൈക്ക് എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്കൊരു ഓപ്ഷനായിട്ട് വയ്ക്കാം. നല്ല വണ്ടിയാണ്, പക്ഷേ 1-2 ചെറിയ പോരായ്മയല്ല, അത് ഡുക്കാറ്റിയുടെ ഒരു ഡുക്കാറ്റിയുടെ ഒരു ടിപ്പിക്കൽ ഡുക്കാറ്റി അങ്ങനെയാണ്. എന്ന് വെച്ചാൽ പണ്ട് മുതലേ ആ ഒരു എൻജിൻ ഹീറ്റും അല്ലെങ്കിൽ ആ ഒരു റഫ്നെസ്സും എൻജിനിലൊക്കെ കാണിക്കുന്നതൊക്കെ എല്ലാം പണ്ട് മുതലേ ഉള്ളതാണ് ഡുക്കാറ്റിക്ക്. പിന്നെ ഒരു ബ്രാൻഡ്, ആ ഒരു ഡുക്കാറ്റി എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ലാത്തതാണ്. ഈ ഒരു വണ്ടിയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ജാപ്പനീസ് C900 800 അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന ആൾക്കാർ നോക്കുന്നത് ഈ ഒരു റെഡ് അട്രാക്റ്റീവ് കളറിലും ഈ ഒരു ഡുക്കാറ്റിയുടെ ഡിസൈനിലും ആയിരിക്കും അവർ വന്ന് നോക്കുന്നത്. പിന്നെ ആ ഒരു ഡുക്കാറ്റി എന്നുള്ളൊരു ബ്രാൻഡ് അത് കിടുവാണ് കേട്ടോ. അത് ഫീൽ ചെയ്തൊരു ആളാണ്. കാരണം എവിടെ കൊണ്ട് വെച്ചാലും ഇതിൻ്റെ കൂട്ടത്തിൽ ഏത് വണ്ടി ഉണ്ടെങ്കിലും ഫസ്റ്റ് വന്ന് ചോദിക്കുന്നത് ഡുക്കാറ്റി ആണല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കുന്നത്. അത് ഒരു രക്ഷയില്ലാതാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ളൊരു മൂല്യം അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഡിസൈൻ. ഞാൻ പറഞ്ഞു, അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എവിടെ കൊണ്ട് വെച്ചാലും ആൾക്കാർ വന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു ഡിസൈനാണിത്. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ബ്രേക്കിംഗ് എബിലിറ്റിയും ഹാൻഡ്ലിങ്ങും, അത് വേറെ ലെവലാണ്. ബ്രേക്കിംഗ് ഒക്കെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ 1 ഫിംഗർ മതി അതിൻ്റെ ഒരു ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് നിർത്താനായിട്ട്. ബാക്ക് വലിയ ഇതൊന്നും തരുന്നില്ല, പക്ഷേ ആ ഫ്രണ്ട് ബ്രേക്ക് ഒരു രക്ഷയില്ല. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് രണ്ടാമത്തെ കാര്യം. ബ്രേക്കിങ്ങും ഹാൻഡ്ലിങ്ങും കിടുവാണ്. പിന്നെ ഇതിൻ്റെ ഹാലജൻ ബൾബ്, അത് രാത്രി ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്കും ഒട്ടുമിക്ക സ്പോർട്സ് ബൈക്കിൻ്റെയും വെറും ശോകമാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് അതിൻ്റെ ലോ ബീമാണെങ്കിലും ഹൈ ബീമാണെങ്കിലും നല്ല രീതിക്കുള്ള വിസിബിലിറ്റി തരുന്നുണ്ട്. നോർമൽ ഹാലജൻ ഹെഡ്ലൈറ്റാണ് വരുന്നത്, പക്ഷേ അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ 18 ലിറ്റർ ടാങ്ക്, അത് വേറൊരു നല്ലൊരു കാര്യമാണ്. 18 ലിറ്റർ ടാങ്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ദൂരെ യാത്രയ്ക്കൊക്കെ ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു 15 മൈലേജൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 15 km/ലിറ്ററൊക്കെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. സിറ്റി ഓട്ടത്തിൽ അത്രയും കിട്ടത്തില്ല, ഹൈവേ യൂസിലാണെന്നുണ്ടെങ്കിൽ അത്രയും കിട്ടും. അപ്പോൾ 15 മൈലേജ് വെച്ചിട്ട് ഒരു 18 ലിറ്റർ ടാങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ടൂറിങ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. മെയിനായിട്ടും ഡിസൈൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ കൊടുക്കുന്ന ഒരു എമൗണ്ടിന് ആ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് മെയിനായിട്ടും കിട്ടുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇതിൻ്റെ എൻജിൻ ഹീറ്റ് എന്ന് പറയുന്നത് എൻ്റെ പൊന്നോ, സ്റ്റീം എഞ്ചിനാണ് കേട്ടോ, സ്റ്റീം എഞ്ചിൻ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിക്കാം, ഇതിൻ്റെ ഒരു ബിഗ്ഗർ കപ്പാസിറ്റി വണ്ടികളിൽ നിന്നൊക്കെ എന്തുമാത്രം ഹീറ്റായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. ഡുക്കാറ്റി ആ ഒരു കാര്യത്തിൽ ശോകമാണ് കേട്ടോ. എൻജിൻ ഹീറ്റ് ഒരു രക്ഷയില്ല. നമുക്ക് ഹൈവേയിലൊക്കെ വിട്ടടിച്ച് പോകാൻ പറ്റും, പക്ഷേ സിറ്റി യൂസിന് പെട്ടുപോകും. അങ്ങനത്തെ ഒരു സംഭവമാണ്. നമുക്കത് വേറെ അങ്ങനെയുള്ള എൻജിൻ ഐസ്, ലിക്വിഡ് മോളിയുടെ എൻജിൻ ഐസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ചും കൂടെയൊക്കെ മാറ്റം വരും. പക്ഷേ ഞാൻ അത് നോക്കിയില്ല ഇതുവരെയും. പക്ഷേ അല്ലാതെ തന്നെ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു രക്ഷയില്ല, നല്ല ഹീറ്റാണ് വരുന്നത്. അത് നമുക്ക് റൈറ്റ് തുടയിൽ നല്ല രീതിക്ക് അത് ഹീറ്റ് അടിച്ച് കയറുന്നുണ്ട്. അവിടെയാണ് ഫാനും വരുന്നത്. അത് അങ്ങനെ ഒരു ഡൗൺ സൈഡാണ്. പിന്നെ അതിൻ്റെ എൻജിൻ വൈബ്രേഷൻ നമ്മൾ ടോർക്കിയാണ് കേട്ടോ. എൻജിൻ അത്യാവശ്യം നല്ല ടോർക്കിയാണ്. നമുക്കൊരു 4ാമത്തെ ഗിയറിലൊക്കെ പതുക്കെയൊക്കെ പോവാം, എന്നിട്ട് ഡൗൺ ചെയ്യണ്ട, എന്നിട്ട് നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാതെ തന്നെ നമുക്ക് വിട്ടടിച്ച് പോകാൻ പറ്റും. അത് അടിപൊളിയാണ്. അതൊക്കെ നല്ലൊരു ഫീച്ചറാണ്. നല്ല ടോർക്കി എൻജിനാണ്. പക്ഷേ ഈ ഒരു വൈബ്രേഷനും എൻജിൻ ഹീറ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടാണ്. അതങ്ങനെ ഒരു കാര്യം. വൈബ്രേഷൻ നല്ല രീതിക്കുണ്ട്. ഫുഡ് പെക്സിലും ഹാൻഡിൽ ബാറിലും ആ മിററിലൊക്കെ കിടന്ന് തുടിക്കും. അങ്ങനത്തെ രീതിക്കുള്ള ഒരു വൈബ്രേഷനൊക്കെ വരുന്നുണ്ട് നല്ല ഹൈ റബ്ബിങ്ങിൽ. പിന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീറ്റിംഗ് കംഫർട്ട്, അയ്യോ, അത് നല്ല സീറ്റൊക്കെയാണ്. നല്ല വൈഡും ലോങ്ങും നല്ല അക്കോമഡേറ്റ് ചെയ്യാനൊക്കെ നല്ല സ്ഥലമുണ്ട് അതിൽ. പക്ഷേ അതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ ഉണ്ടല്ലോ, അത് കുറച്ച് നല്ല ലീൻ ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. ഇതൊരു നേക്കഡ് ബൈക്കാണ്, പക്ഷേ കംഫർട്ടബിൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു 5.8 ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഷോർട്ട് റൈഡേഴ്സിന് ഇത്തിരി പാടായിരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം അല്ല, വേറൊന്നും കൊണ്ടല്ല, സീറ്റ് ഹൈറ്റൊക്കെ ലോ ആണ്. പിന്നെ ഒരു 202 കിലോയെ വരുന്നുള്ളൂ വണ്ടി. വെയിറ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ അതിൻ്റെ ഒരു റൈഡിങ് പൊസിഷനാണ് ഒരു ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വണ്ടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.